ഈ ഇടവകയിലെ അംഗം എന്ന നിലയിലും പരിശുദ്ധ സഭയുടെ ഒരു പ്രധാന മെത്രാപ്പോലീത്ത എന്ന നിലയിലും നമ്മിൽ നിന്ന് സ്വർഗസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട കാലം ചെയ്ത അഭിവന്യ തോമസ് മാർ മക്കാറിയോസ് തിരുമേനിയുടെ 4ാമത്തെ ഓർമ്മ പെരുന്നാളാണ്. ആ ഓർമ്മ പെരുന്നാൾ ഇടവകയിൽ ആഘോഷിക്കുന്നു. തീർച്ചയായും ഈ സന്ദർഭത്തിൽ വിശുദ്ധ ആരാധനയുടെ മധ്യേ ഒരു പ്രസംഗം ആവശ്യമാണോ എന്നൊരു ചിന്ത ഉണ്ടാകാതിരുന്നില്ല. കാരണം ഇതിന് ശേഷം ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബലഹീനായിരിക്കുന്ന നാം ഇവിടെ ആദ്യമായിട്ടാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിൽ അല്പം നിമിഷങ്ങൾ മാത്രം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാമെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ദീർഘമായൊരു പ്രസംഗം ഈ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുകയില്ല എന്ന് ഞാൻ കരുതട്ടെ. നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് 4ാമത്തെ ഞായറാഴ്ചയെ പിന്നിടുകയാണ്. നാം ഒരു പർവ്വതാരോഹണത്തിന് തുല്യമായ ഒരു തീർത്ഥയാത്രയിലാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് ഈ വലിയ നോമ്പ് ദിവസങ്ങൾ എന്ന് പറയുന്നു. നാം ഒരു മലയുടെ കൊടുമുടിയിലേക്കുള്ള തീർത്ഥയാത്രയാണ്. ആ തീർത്ഥയാത്രയിൽ പല വൈഷമ്യങ്ങളും നേരിടുന്നുണ്ട്. വൈഷമ്യങ്ങളെന്ന് ഞാൻ പറയുന്നത് അതൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ആ തടസ്സങ്ങൾ നീക്കപ്പെട്ട് കർത്താവിൻ്റെ യാഗ ബലിയിൽ, ആ ബലിയർപ്പണ പെരുന്നാളിൽ നമുക്ക് പങ്കെടുക്കണം. ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് ആ ബലിയർപ്പണ പെരുന്നാൾ മാത്രമല്ല, തുടർന്ന് ഈ മരണത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പും നമുക്ക് ലഭിക്കാനുണ്ട്. അപ്പോൾ ഈ പർവ്വതാരോഹണം നാം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ആരോഹണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരോഗ്യ സംബന്ധമായ പല വികലതകളും നമുക്കുണ്ട്. ആ ആരോഗ്യ സംബന്ധമായ വൈകല്യങ്ങൾ പരിപൂർണമായും തുടച്ചു നീക്കപ്പെടുന്ന ഒരു സന്ദർഭം. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ആ ഒരു വിധത്തിലുള്ളൊരു ആത്മീയ തലത്തിലുള്ള ആലോചന നമ്മുടെ മനസ്സിൽ ഇന്നേ ദിവസം ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഞാൻ വെറുതെ ഓർപ്പിച്ചു എന്ന് മാത്രം. ഈ ഏവൻഗേലിയോൻ ഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം നിങ്ങൾക്കറിയാം. അത് കേട്ട് കേട്ട് തഴമ്പിച്ച് അതിലൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിന് പകർത്താൻ വലുതുമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ചവച്ചരച്ച് നമുക്കറിയാവുന്ന സത്യമാണ് എന്ന ഭാവം ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാകും. ഇന്ന് നമ്മുടെ കർത്താവ് ഒരു പ്രായമുള്ള അന്യജാതിയിൽപ്പെട്ടൊരു സ്ത്രീ ഇവിടെ നിലവിളിയെ അഡ്രസ്സ് ചെയ്യുകയാണ്. സാധാരണ യഹൂദന്മാർക്ക് സ്വന്തം ജാതിയോട് വലിയ അടുപ്പമാണ്. സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോട് മാത്രമേ കർത്താവിന് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എന്ന് ഇടയ്ക്കൊക്കെ കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജാതിയിൽ താഴ്ന്നവരാണ്. അതും ഒരു സ്ത്രീ. യഹൂദ സമുദായത്തിൽ സ്ത്രീയുടെ സ്ഥാനം വളരെ താണതാണ്. അതും യഹൂദ സമുദായത്തിൽ അല്ലാത്ത ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് പോലും യഹൂദന്മാർക്ക് അത്ര രുചിക്കുകയില്ല. നമുക്ക് പോലും രുചിക്കുന്നില്ല. ഇനിയാണ് കർത്താവിൻ്റെ കാര്യം. അങ്ങനെയുള്ളൊരു സാധു സ്ത്രീ വന്ന് തമ്പുരാന്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്. അവൾക്കൊരു പ്രശ്നമുണ്ട്. അവൾക്കൊരു മകളുണ്ട്. ആ കുട്ടി നോർമലല്ല, അബ്നോർമലാണ്. ഈ അബ്നോർമലാകാനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തോ ഒരു തിന്മയുടെ അദൃശ്യ ശക്തി ആ കുട്ടിയിൽ ആവേശിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സാധു സ്ത്രീ നിലവിളിച്ച് യേശുവിനോട് പറയുകയാണ്, ദാവീദിന്റെ പുത്ര, എൻ്റെ മകൾ സുബോധം വിട്ട് പെരുമാറുന്നു. അവൾ വളരെ അബ്നോർമലായിരിക്കുന്നു. പക്ഷെ നീ എന്തെങ്കിലും ചെയ്ത് ആ കുഞ്ഞിനെ, എൻ്റെ മോളുടെ കാര്യം നീ ഒരു നോർമലാക്കി തരണം. തമ്പുരാൻ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. കാരണം തീരെ ശ്രദ്ധിക്കുന്നില്ല.
ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ സ്ത്രീകന്മാര് ശിഷ്യന്മാര് കർത്താവിന് പറയുന്നുണ്ട്, ഈ സ്ത്രീ കിടന്ന് വിളിച്ചു പോകുമെന്ന് കേൾക്കാനില്ലേ? സാധാരണ ഇങ്ങനെ വിളിച്ചു പോകുമൊന്നും വേണ്ട. തമ്പുരാന്റെ മുൻപിലേക്ക് ഒരു ആവശ്യത്തിനായിട്ട് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ അത് നേരത്തെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന പ്രകൃതക്കാരനാണ് യേശു. പക്ഷേ ഈ സാധു സ്ത്രീ അവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും കർത്താവ് അത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവസാനം ഈ സാധു സ്ത്രീയുടെ കാര്യത്തിൽ നിന്ന് ഇടപെടരുതോ എന്ന ആലോചന ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ കർത്താവ് പ്രതികരിച്ചു. കർത്താവ് പറഞ്ഞു, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കാര്യം അന്വേഷിക്കുവാനൊന്നും അല്ല ഞാനിവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ ആ സാധുവായ സ്ത്രീ ഒരിക്കലും ഇടർച്ചയോടെ സംസാരിച്ചില്ല, കോപിച്ചില്ല. അവൾ വളരെ അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ താണ ജാതിയിൽപ്പെട്ടത് തന്നെയാണ്. തമ്പുരാനൊരു ഉപമയും കൂടെ അവിടെ പ്രയോഗിച്ചു. നായ്ക്കൾ, യഹൂദന്മാർക്ക് നായ എന്ന് പറയുന്നത് കഠിനമായ ഒരു പദമാണ്. ആ കഠിനമായ, അതായത് അവർക്ക് വെറുപ്പാണ്. നായ എന്ന് വേണ്ട, നാ എന്ന് പറഞ്ഞാൽ അത്രയും അരിശമാണ്. എന്നീ സാധു സ്ത്രീയെ കർത്താവ് ഉപമിച്ചത് ഈ നാ എന്ന് പറയുന്ന, ഈ നായ എന്ന് പറയുന്ന ഒരു മൃഗത്തോടാണ്. പക്ഷെ അവൾക്കത് യാതൊരു ഇറിറ്റേഷനും ഇല്ല. അവൾ പറഞ്ഞു, ആട്ടെ, ഞാൻ നായഗണത്തിൽപ്പെട്ടത് തന്നെയാണ്, പട്ടിവർഗത്തിൽപ്പെട്ടതാണ് ഞാൻ. പക്ഷേ ഈ പട്ടിവർഗത്തിൽപ്പെട്ട എനിക്ക് യജമാനന്മാരുടെ മേശകളിൽ നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ നുറുക്കുകൾ എടുത്തു കഴിക്കാനുള്ള അവകാശം പട്ടികണത്തിൽപ്പെട്ട എനിക്കുണ്ട് എന്നാണ് എൻ്റെ വിചാരം. തമ്പുരാൻ അവളുടെ വീണുപോയി. കർത്താവിന് ഒന്നും മറുപടി പറയാനില്ല. അവളെ അവഹേളിക്കാവുന്ന വിധത്തിലാണ് കർത്താവ് ഉച്ചരിച്ചത്. നീ നായഗണത്തിൽപ്പെട്ടതാണ്, പട്ടിഗണത്തിൽപ്പെട്ടതാണ്, പട്ടിവർഗത്തിൽപ്പെട്ടതാണ്. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുള്ള അവകാശമില്ല. നീ ഒരു സ്ത്രീയാണ്. നീ യഹൂദ മതത്തിൽപ്പെട്ട ആളല്ല, അന്യമതത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ലേ? അതുകൊണ്ട് നിന്നെ പട്ടിവർഗത്തിൽപ്പെട്ടത് തന്നെയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. നമ്മൾ പറയില്ലേ, ഞങ്ങൾ ഈ കുന്നോളക്കാർ അരിശം വന്ന കൊടപ്പട്ടി എന്ന് പറയും. പട്ടി, നായ, പൂച്ചയൊക്കെ പറയും. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ വല്ലവരൊക്കെ പറയുമോന്ന് അറിയാൻ വേണം കേട്ടോ. ഞാൻ നിങ്ങളെ അങ്ങനെ പറയുന്ന ഗണത്തിൽ പെടുത്തുന്നില്ല. അപ്പോൾ പട്ടികഗണത്തിൽപ്പെട്ട ഈ സാധു സ്ത്രീയെ പട്ടി എന്ന് വിളിച്ചിട്ട് പോലും അവൾ പ്രതികരിക്കുന്നില്ല, അരിശത്തോടെ പ്രതികരിക്കുന്നില്ല. അവൾ പറഞ്ഞു, അതെ, അടിയൻ പട്ടികണത്തിൽപ്പെട്ടത് തന്നെയാണ്. എന്നാലും യജമാനനായ അങ്ങയുടെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന നുറുക്കുകൾ, അപ്പത്തിൻ്റെ നുറുക്കുകൾ എനിക്ക് കഴിക്കരുതോ? അവിടെ യേശു തളരുകയാണ്. എന്നെ വലിയ വിസ്തരിച്ചൊന്നും പറയാൻ പോയില്ല. എഴുന്നേറ്റോ പോയിക്കോളാൻ പറഞ്ഞു. നീ വിചാരിക്കുന്നതൊക്കെ നിനക്ക് ലഭിക്കും, നീ എഴുന്നേറ്റോ സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഈ പ്രവർത്തനം യഹൂദന്മാർക്ക് അതിര് കടന്നതാണ്. കാരണം ഇതുവരെ യഹൂദന്മാരുടെ കളത്തിൽ നിന്ന് മാത്രമേ കർത്താവ് കൈകാര്യം ചെയ്തിരുന്നുള്ളൂ. യഹൂദ സമുദായത്തിൽ നിന്ന് പുറത്ത് കടന്ന് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് അത് അത്ര സുഖകരമല്ല. പക്ഷെ എന്നിരുന്നാലും അവർക്ക് സഹിച്ചേ പറ്റൂ. അപ്പോൾ കർത്താവായ യേശുമിശിഹായുടെ പ്രവർത്തന മേഖല ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവർക്കാണെന്ന് പറഞ്ഞാൽ അത് അപകടമാണ്. ആ എല്ലാ സമുദായത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്കും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീണ്ടു വരികയാണ്. അതുകൊണ്ടാണ് താണജാതിയിൽപ്പെട്ട പട്ടിവർഗത്തിൽപ്പെട്ടു എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാധു സ്ത്രീയുടെ നിലവിളി കേട്ട് കർത്താവ് പ്രതികരിക്കുന്നത്. പക്ഷെ ആ സാധു സ്ത്രീ വളരെ വിശ്വാസത്തോടെ, ഈ ഭൂതബാധ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, സുബോധം വിട്ടിട്ടുള്ള പ്രവർത്തനം, അത്രയല്ലേ ഉള്ളൂ. അവർ മനുഷ്യരാണ്, അവർക്ക് ഭക്ഷണം വേണം, വായു ശ്വസിക്കണം, വെള്ളം കുടിക്കണം, ഒക്കെ വേണം. അബ്നോർമൽ സുബോധം നഷ്ടപ്പെടുന്നതാണ് ഭൂതബാധയെങ്കിൽ ചിലപ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ സുബോധം നഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളാരും നമ്മെ ഈ ഭൂതബാധ എന്നൊന്നും പറയാറില്ല. നമ്മുടെ ബോധമില്ലാത്ത ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വേദപുസ്തകത്തിൻ്റെ സങ്കല്പപ്രകാരം വേണമെങ്കിൽ ഭൂതബാധ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ ആദ്യം
ഭൂതബാധയുടെ സൗഖ്യം ഉണ്ടാകേണ്ടത് നമുക്ക് തന്നെയാണെന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഉള്ളിലും ആരാണ്ടൊക്കെ കയറിയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോധം വിട്ട് പലപ്പോഴും സംസാരിക്കുന്നത്. അത് കള്ളു കുടിക്കണമെന്നൊന്നുമില്ല. കള്ളു കുടിച്ചവർക്കും ബോധം നഷ്ടപ്പെടാം, കള്ളു കുടിക്കാത്തവർക്കും ബോധം നഷ്ടപ്പെടാം. രണ്ട് ഇനത്തിലും രണ്ട് വിധത്തിലും നമുക്ക് ഒരുപക്ഷെ ബോധം നഷ്ടമാകാം. സുബോധത്തോടെ സംസാരിക്കാനും സുബോധത്തോടെ പ്രവർത്തിക്കുവാനും ഒരാൾ കഴിവില്ലാതായി വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭൂതഗണത്തിൽപ്പെടുത്താം. പക്ഷേ അങ്ങനെ നമ്മൾ ഭൂതം ബാധിച്ചവരാണെന്ന് പറഞ്ഞാൽ വിവരം തിരിയും. കാരണം നമ്മൾ രക്ഷപ്പെടുകയില്ല, കുഴപ്പങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സാധുവായ സ്ത്രീയുടെ യേശുവിനുള്ള വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുക. അവിടെ നമ്മളൊക്കെ തളരും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തവരോടൊന്ന് കൈപോക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും കൈപോക്കുകയല്ല. നിങ്ങൾക്ക് യേശു ക്രിസ്തു വിശ്വാസമുണ്ട്. പക്ഷേ ഈ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മുടെ മെറ്റല് തെളിയുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ വളരെ വളരെ പാസ് മാർക്ക് പോലും കിട്ടാതെ നമ്മുടെ വിശ്വാസം തമ്പുരാൻ ടെസ്റ്റ് ചെയ്താൽ ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റുപോകും. പാസ് മാർക്ക് പോലും കിട്ടുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ആരോഗ്യ സംബന്ധമായ വൈകല്യത്തെ തമ്പുരാനൊന്ന് ശരിപ്പെടുത്തിയെടുക്കുന്നു. അനാരോഗ്യകരമായൊരവസ്ഥയിൽ നിന്ന് ആരോഗ്യകരമായൊരവസ്ഥയിലേക്ക് ഒരു സാധു സ്ത്രീയുടെ മകളെ കൊണ്ടുവരുന്നു. ആ ഫെയ്ത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വേറൊരു രസമെന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ എല്ലാ പ്രബോധനങ്ങളിലും ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് രക്ഷയുടെ കാരണമെന്നാണ് പറയുന്നത്. അത് പൗലോസ് അപ്പോസ്തലനൊക്കെ ഏറെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ ആവശ്യക്കാരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുബോധം സൗഖ്യം ഭൂതത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കേണ്ടത് ഒരു പെൺകുട്ടിക്കാണ്. പക്ഷെ വിശ്വാസം ആ പെൺകുട്ടിക്കില്ല. അമ്മയ്ക്ക് മാത്രമേ വിശ്വാസമുള്ളൂ. ആ പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ മാത്രമുള്ള വിവേകമില്ല. അതുകൊണ്ട് അവൾ വിശ്വസിക്കുന്നില്ല. അവൾക്ക് യേശു ആരാണെന്നോ അമ്മ ആരാണെന്നോ ഒന്നും തിരിച്ചറിയാൻ പാടില്ല. ഷീ ലോസ്റ്റ് യുവർ കോൺഷ്യൻസ്. എല്ലാം പോയി. അപ്പോൾ ഈ അമ്മയുടെ വിശ്വാസം മൂലമാണ് മകൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. അതിനൊരു വേദശാസ്ത്രമുണ്ട്, ഇല്ലേ? അമ്മയുടെ വിശ്വാസം മൂലം മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു. അതിനൊരു വേദശാസ്ത്രമുണ്ട്. നമ്മുടെ പരിശുദ്ധ മാമോദീസയിൽ അതല്ലേ നമ്മൾ പറയുന്നത്. അമ്മയുടെ വിശ്വാസം കൊണ്ടല്ലേ നമ്മൾ കുഞ്ഞിനെ മാമോദീസ മുക്കുന്നത്, ആ കുഞ്ഞിനെ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. അല്ലാതെ കൃപ ലഭിക്കേണ്ട ആൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു വേദശാസ്ത്രമുണ്ട്. അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. കാരണം സുബോധമില്ലാത്ത മകൾക്ക് വേണ്ടി സുബോധമുള്ള അമ്മ വിശ്വാസത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അമ്മയുടെ വിശ്വാസത്തിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത് മകൾക്കാണ്. അപ്പോൾ അവിടെ ഒരു വേദശാസ്ത്രമുണ്ട്. ഞാൻ വളരെ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ പർവ്വതാരോഹണം, ഗോൽഗോത്ത മലയിലേക്കുള്ള നമ്മുടെ പർവ്വതാരോഹണത്തിൽ നമുക്ക് സുബോധമുണ്ടാകണം. നമുക്ക് ഈ ആരോഗ്യത്തിനുള്ള ആവശ്യമുള്ള സൗഖ്യം ഉണ്ടാകണം. കർത്താവിൻ്റെ ബലിയർപ്പണ പെരുന്നാളിൽ പങ്കെടുക്കണം. അവിടെ നിന്ന് അത് ഉയർത്തെഴുന്നേൽക്കണം. ഇതിനൊക്കെയാണ് നമ്മൾ ഈ വലിയ നോമ്പിൽ ഒരുങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇടവേളയാണിത്. ആ ഇടവേളയിൽ താണ ജാതിയിൽപ്പെട്ട ഒരു അമ്മയുടെ വേദന, വിശ്വാസത്തിൻ്റെ ആഴം കണ്ടപ്പോൾ കർത്താവിന് ഭയങ്കര മനസ്സലിവുണ്ടായി. ആ അമ്മയുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് മകൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. നീ പട്ടികണത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവളുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ചെങ്കിലും പിന്നീട് അപ്രീഷിയേറ്റ് ചെയ്യാതെ കർത്താവിന് മനസ്സിലായി ഇവള് നല്ല അഗാധമായ ഒരു വിശ്വാസത്തിൻ്റെ ഉടമസ്ഥയാണെന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈ അബ്നോർമാലിറ്റി നമുക്കുണ്ട്. സർട്ടൻ എക്സ്റ്റെന്റ് ഈ അബ്നോർമാലിറ്റി നമുക്ക് ഇല്ലാതാകുന്നത് ഒരു ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ്. ഒരു ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോൾ നമ്മുടെ ബോധം ശരിയായി നമുക്ക് ഉദിക്കും.
ഒരു സംശയവുമില്ല. ഈ ദൈവിക ചൈതന്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ സംസാരിക്കും, പ്രവർത്തിക്കും. അതിന് കള്ളു കുടിക്കണമെന്നൊന്നുമില്ല. ഈ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഈ കർത്താവിൻ്റെ ബലിയർപ്പണ പെരുന്നാളിലേക്ക് ആ പർവ്വതാരോഹണം തുടരാം. ആ പെരുന്നാളിൽ സംബന്ധിച്ച് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ചിലതൊക്കെ ലഭിക്കാനുണ്ട്. അത് ലഭിക്കും. അതൊക്കെ നമ്മുടെ വലിയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നേ ദിവസം ഇവിടെ ബലിയർപ്പിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ബന്ധപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കാലം ചെയ്ത മക്കാറിയോസ് തിരുമേനിയുടെ ഓർമ്മ പ്രത്യേക ധൂപപ്രാർത്ഥനയും പ്രമേയ സദാകളും ചൊല്ലി നമുക്കിവിടെ നടത്തുന്നതാണ്.